കേരളത്തിൽ ഒരുപാട് ഫോറസ്റ്റ് റൂട്ടുകളുണ്ടെങ്കിലും നല്ല ഡെൻസായിട്ടുള്ള വനത്തിലൂടെ മൃഗങ്ങളെയൊക്കെ കണ്ട് ഒരു ഓഫ് റോഡ് ഫോറസ്റ്റ് ഡ്രൈവ് നടത്തണമെങ്കിലേ നിങ്ങൾ നേരെ കോന്നി അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ടിൽ തന്നെ പോകണം. 37 കിലോമീറ്ററാണ് ഈ ഡ്രൈവിൻ്റെ ദൂരം വരുന്നത്. ഇത് വെറും ഒരു റോഡ് യാത്രയൊന്നും അല്ല കേട്ടോ. ഇത് പ്രകൃതിയുടെ ഹൃദയത്തിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ്. കോന്നിയിൽ നിന്നും അച്ചൻകോവിലേക്കുള്ള ഈ വഴിയിലൂടെ കടക്കുമ്പോൾ ചുറ്റും കാടിൻ്റെ നിശബ്ദത, മരങ്ങളുടെ ഇടയിലൂടെ വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, ഓരോ വളവിനും പിന്നിൽ ഒരു പുതിയ കാഴ്ച. ചിലപ്പോൾ പുഴയുടെ മൃദുല ശബ്ദം, ചിലപ്പോൾ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്ന വന്യജീവികളുടെ പാതകൾ. ഇത് മനുഷ്യന് അതിഥിയായിട്ടുള്ളൊരു ലോകമാണ്. ഇവിടെ വേഗതയ്ക്ക് യാതൊരു വിലയുമില്ല. ശ്രദ്ധയ്ക്കും ബഹുമാനത്തിനുമാണ് പ്രാധാന്യം. മഴക്കാലത്ത് മഞ്ഞു മൂടിയ വഴികൾ, വെയിലത്ത് സൂര്യകിരണങ്ങൾ കാടിനുള്ളിലേക്ക് തുളച്ചു കയറുന്ന നിമിഷങ്ങൾ. ഓരോ സീസണിലും ഈ വഴി വ്യത്യസ്തമാണ്. ഇതായി മണ്ണിളകി കിടക്കുന്നത് കാണുന്നില്ലേ? ഇത് ആന ഇറങ്ങി വരുന്ന പാടാണ് കേട്ടോ. വലിയ കാൽപാദം കണ്ടില്ലേ? നമ്മൾ രാവിലെ ഈ വഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആനയെ കാണാൻ പറ്റും. നമ്മൾ ഈ റൂട്ടിലൂടെ വരുമ്പോൾ കോന്നി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ പേര്, അഡ്രസ്സ്, വണ്ടി നമ്പർ ഒക്കെ എഴുതിയെടുത്തതിന് ശേഷമേ നമ്മളെ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കത്തുള്ളൂ. ഈ യാത്ര വളരെ മനോഹരമാണെങ്കിലും റോഡ് വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഏത് നിമിഷം വേണമെങ്കിലും വന്യജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി ബൈക്ക് യാത്രകൾ ഒഴിവാക്കണം. അതേപോലെ ഈ റൂട്ടിൽ കടകളോ ഹോട്ടലുകളോ ഒന്നുമില്ല. പെട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വാഹനത്തിൽ പരമാവധി പെട്രോൾ നിറച്ചോണം. വെള്ളം, ഭക്ഷണമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വാങ്ങി കരുതിക്കോണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒന്നും വേസ്റ്റ് അവിടെ ഇടാനും പാടില്ല. കാരണം ഇത് റിസർവ് ഫോറസ്റ്റാണ്. അങ്ങനെ ഈ വനത്തിലൂടെ ഏകദേശം 37 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ അച്ചൻകോവിലിൽ എത്തിച്ചേർന്നു. ഇനി അച്ചൻകോവിലിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മേക്കര വഴി തിരുമലക്കോവിലെത്താൻ. ഈ തിരുമലക്കോവിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഗംഭീരമായ ക്ഷേത്രമാണ് കേരള തമിഴ്നാട് ബോർഡറിലുള്ളത്. ഇതാ ഈ കാണുന്നത് മേക്കര ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണ്. മേക്കര ഡാമും അതിനോട് ചേർന്നിട്ടുള്ള കൃഷിസ്ഥലങ്ങളും ഒക്കെ നമുക്ക് ഈ ഹൈറ്റിൽ നിന്നിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് വിൻഡ് മില്ലുകളും നമുക്കവിടെ കാണാം. അങ്ങനെ അച്ചൻകോവിലിൽ നിന്നും വനത്തിലൂടെ യാത്ര ചെയ്ത് മേക്കര കുന്നുകളിറങ്ങി ഞങ്ങൾ നേരെ തിരുമലക്കോവിലോട്ടുള്ള യാത്രയിലാണ്. കേരള തമിഴ്നാട് അതിർത്തി ജില്ലയായ തെങ്കാശിയിൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് ഒരു വലിയ കുന്നിൻ്റെ മുകളിലായിട്ടാണ് തിരുമലക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡ്യ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. 4 കൈകളുള്ള മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഞങ്ങൾ വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയായപ്പോഴാണ് ഈ മലമുകളിൽ എത്തിയത്. ഇവിടെ ദർശനത്തിനെത്തിയിരിക്കുന്ന നിരവധി ഭക്തരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ മലമുകളിൽ നിന്നിട്ട് ഈ തിരുമലക്കോവിലിൻ്റെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നിട്ട് ചുറ്റുപാടും നോക്കുന്നത് ഒരു ഗംഭീരമായ കാഴ്ച അനുഭവം തന്നെയാണ് കേട്ടോ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പുകളും ജലാശയങ്ങളും കുന്നുകളും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്ന പാറപ്പുറത്ത് വെച്ചാണ് നമ്മുടെ പുഷ്പ സിനിമയിലെ ശ്രീവള്ളി പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കൊല്ലം, പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ തന്നെയാണ് കോന്നി അച്ചൻകോവിൽ വഴി തിരുമലക്കോവിൽ വരെയുള്ള ഈ യാത്ര. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.